അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പൊ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ട്. അത് ശരിയായതിന് നേരെ യോജിച്ചതിന് നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അൽ ബഅസ്. ബഅസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനോട് യോജിച്ചത് എന്തോ ഒന്ന് ഇവിടെ ഉണ്ട്, ആ ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. പണ്ഡിതന്മാർ, സുന്നത്ത്, ബർസഖ്, പുനർജന്മം, വിശുദ്ധ ഖുർആൻ, മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്, ഫത്വാനത്ത്. അപ്പം അൽ ബഅസ് എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? പുനർജന്മം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പുനർജന്മം എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. അപ്പൊ ബർസഖ് എന്നുള്ളതാണ് രണ്ടാമത്തേതിനോട് യോജിച്ചത്, അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം ആണ് ഏത്? സുന്നത്ത്. അപ്പൊ അവിടെ സുന്നത്ത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം. അപ്പൊ അവിടെ സുന്നത്ത് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, ബിദ്അത്തു ഹസനത്തിന്റെ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. അപ്പൊ വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ആറാമത്തത്, ബുദ്ധി കൂർമ്മത, ഫത്വാനത്ത്. അപ്പൊ ഫത്വാനത്ത് എന്ന് പറഞ്ഞാലാണ് എന്ത്? ബുദ്ധി കൂർമ്മത. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാം. അപ്പൊ ശരിയായ പ്രസ്താവന മാത്രം തിരഞ്ഞെടുത്ത് അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്. 2, ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. 3, തൗഹീദിന്റെ നേർ വിപരീതമാണ് വഹദാനിയത്ത്. 4, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. അപ്പൊ ഇതിലേതോ ഒന്ന് തെറ്റുണ്ട് അല്ലെ? അപ്പോൾ ശരിയായ പ്രസ്താവന മാത്രമാണ് അവിടെ എഴുതാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്. അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്, അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. രണ്ടാമത്തത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനമാണ്. ഇനി മൂന്നാമത്തത്, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം, അതും എന്താണ്? ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തൗഹീദിന്റെ നേർ വിപരീതമാണ് വഹദാനിയത്ത് എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത്? തെറ്റായിട്ട് വരുന്നത്, ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കിയുള്ളതെല്ലാം ഇവിടെ എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം 1 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഹൗദുൽ കൗസറിന്റെ വിശേഷണം. ഏതെങ്കിലും ഒന്നാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? അത് വളരെ വലുതാണ്, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബാക്കി പേജ് നമ്പർ 34 നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ ഇവിടെ 1 എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, സിറാത്ത് പാലത്തിന്റെ വിശേഷണം. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, പിന്നെ മുടിയേക്കാൾ നേരിയതാണ്. അപ്പം ഇതൊക്കെയാണ് സിറാത്ത് പാലത്തിന്റെ വിശേഷണം. ബാക്കി പേജ് നമ്പർ 34 നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഏതെല്ലാമാണ്? ഇമാം മഹദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ. അപ്പൊ ഇതൊക്കെയാണ് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. ബാക്കി പേജ് നമ്പർ 27 നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. നാലാമത്തത്, സുന്നത്തിന്റെ ഭാഷാർത്ഥം. സുന്നത്തിന്റെ ഭാഷാർത്ഥം ഏതാണ്? ചര്യ, മാർഗം, നടപടിക്രമം. അപ്പൊ ഇതൊക്കെയാണ് സുന്നത്തിന്റെ ഭാഷാർത്ഥം. അഞ്ചാമത്തെ ചോദ്യം, ദഅവത്തിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ്?
അവിശ്വാസികളിലേക്ക് സത്യമതത്തിന്റെ സന്ദേശം എത്തിക്കുക, വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. ഇതൊക്കെ ദഅവത്തിന്റെ ഇനങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ബിദ്അത്തു ളലാല ആകുന്നു അത് ഏത്? ഉത്തരം, ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, അതിനാണ് എന്ത് പറയുക? ബിദ്അത്തു ളലാല എന്ന് പറയുക. രണ്ടാമത്തത്, സ്വർഗത്തിൽ ഇല്ല എന്തെല്ലാമാണ് സ്വർഗത്തിൽ ഇല്ലാത്തത്? രോഗം, വാർദ്ധക്യം, മരണം. ഇതൊന്നും എവിടെയില്ല? സ്വർഗത്തിൽ ഇല്ലാത്ത സംഭവങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം, മഹ്ശർ എന്നാൽ എന്താണ്? മഹ്ശർ എന്നാൽ എന്താണ്? ഉത്തരം, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെട്ട പ്രവിശാലമായ മൈതാനിയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശാലമായ മൈതാനിയാണ് മഹ്ശർ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വിശദീകരിച്ചത് എന്താണ്? ഉത്തരം, സുന്നത്ത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, സഫറത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ഉത്തരം, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതൽ. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതലാണ് സഫറത്ത് എന്ന മലക്കുകളുടെ ജോലി. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അൻതഖനല്ലാഹു ഡാഷ് കുല്ല ഷൈഇൻ. അപ്പൊ ഇവിടെ അല്ലദീ അൻതഖ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ അത് പൂരിപ്പിച്ച് വായിക്കുമ്പോൾ എങ്ങനെ വരും? അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ എന്ന് വരും. രണ്ടാമത്തത്, ലാ തഖൂമു സ്സഅത ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. അപ്പൊ അവിടെ ഹത്താ ലാ യുഖാല ഫിൽ അർളി എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പൊ ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഉത്തരം, നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവർ. അവർക്കാണ് എന്ത് പറയുക? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവർ. രണ്ടാമത്തെ ചോദ്യം, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി പിഴച്ചവരെയും അല്ലെങ്കിൽ വഴി തെറ്റിയവരെയും ക്ഷണിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിയവരെയും ക്ഷണിക്കലാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.